നമസ്കാരം, കെ ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി നടത്തിയ രാഷ്ട്രീയ വിമർശനത്തെ വർഗീയവൽക്കരിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട് മുഖ്യമന്ത്രി പാണക്കാട് സാദിഖ് അലി തങ്ങളെ വിമർശിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിലാണ്. അത് CPMന്റെ പ്രഖ്യാപിത നിലപാടാണ്. ശരിയായ രാഷ്ട്രീയ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ കോലാഹലം സൃഷ്ടിക്കുകയാണ് ലീഗിൽ പോലും പ്രസക്തിയില്ലാത്ത ചില നേതാക്കളെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ശബരിമലയിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാതെ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഒരുക്കിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. പമ്പയിൽ, മണപ്പുറം, എരുമേലി, വണ്ടിപ്പെരിയാർ, സത്രം എന്നിവിടങ്ങളിലാണ് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമുള്ളത്. ആധാർ കാർഡുമായി ഈ കേന്ദ്രങ്ങളിലെത്തിയാൽ ഫോട്ടോ ഉൾപ്പെടെയെടുത്ത് വെർച്വൽ ക്യൂവിന്റെ അതേ നടപടിക്രമങ്ങളിലൂടെ ബുക്കിംഗ് നടത്തി ഭക്തരെ കയറ്റിവിടുകയാണ് ചെയ്യുക. പുല്ലുമേട് വഴി വരുന്ന തീർത്ഥാടകർക്ക് വണ്ടിപ്പെരിയാറിലുള്ള സത്രത്തിലെ തത്സമയ ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിയും. കണ്ണൂർ ADM നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ ഒന്നാം പ്രതിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഇന്ന് രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഒപ്പിട്ട് മടങ്ങി. കോടതി ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായാണ് എല്ലാ ആഴ്ചയുടെയും ആദ്യ ദിനത്തിൽ ദിവ്യ ഒപ്പിടാനെത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയുടെ മുമ്പിലാണ് ദിവ്യ ഒപ്പിട്ടത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ചൊവ്വാഴ്ച കടയടപ്പ് സമരം നടത്തും. താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണയുമുണ്ട്. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ജനുവരി 6 മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരം സംഘടിപ്പിക്കും. റേഷൻ വ്യാപാരി കോഓർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ ചെയർമാൻ ജോണി നെല്ലൂർ അധ്യക്ഷനായി. ഉത്തരവാദിത്തം മനുഷ്യന്റെ രാഷ്ട്രീയം എന്ന പ്രമേയവുമായി SYF കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച മാനവ സഞ്ചാരത്തിന്റെ ഭാഗമായി ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ജീവകാരുണ്യ പ്രസ്ഥാനമായ എളയാവൂർ CH സെന്റർ സന്ദർശിച്ചു. സെന്ററിലെത്തിയ സംസ്ഥാന നേതാക്കളെയും സംഘത്തെയും CH സെന്റർ ഭാരവാഹികളും പ്രവർത്തകരും സ്വീകരിച്ചു. തുടർന്ന് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വാന്തന പരിചരണ കേന്ദ്രത്തിലെ അന്തേവാസികൾ കണ്ട് അനുഗ്രഹം വാങ്ങുകയും സെന്റർ അങ്കണത്തിൽ സംഗമം നടക്കുകയും ചെയ്തു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.